ചാണക്യ കഥകൾ ഭാഗം 1. പ്രിയമുള്ള പ്രേക്ഷകരെ, ചാണക്യനെക്കുറിച്ച് ഞങ്ങൾ 29 എപ്പിസോഡുകൾ പ്രോഗ്രാം ചെയ്തിരുന്നു. ചാണക്യനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചേർത്ത വീഡിയോകൾ വേണമെന്ന് പ്രേക്ഷകർ നിരന്തരം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ വീണ്ടും ചാണക്യ കഥകൾ അവതരിപ്പിക്കുകയാണ്. ഈ കഥകളിൽ ഭൂരിപക്ഷവും ഞങ്ങൾക്ക് പുതുതായി ലഭിച്ച അറിവുകളാണ്. പശ്ചാത്തലം വിവരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പഴയ കഥകളിലെ സന്ദർഭം ആവർത്തിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ് എന്ന് അറിയിക്കുന്നു. തക്ഷശില 2500 വർഷങ്ങൾക്ക് മുൻപ്. ഒരിക്കൽ ഒരു യോഗി പ്രസിദ്ധമായ തക്ഷശിലയിലെ വിദ്യാപീഠത്തിലേക്ക് നടന്നു വരികയാണ്. അവിടുത്തെ അറിയപ്പെടുന്ന ഗുരുവാണ് അദ്ദേഹം. പ്രഭാത സൂര്യന്റെ ഇളവയിൽ കിരണങ്ങൾ അദ്ദേഹത്തിന്റെ ഗൗരവമേറിയ മുഖത്തെ ചൈതന്യത്തിൽ തട്ടി പ്രതിഫലിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു മുൾച്ചെടി അദ്ദേഹത്തിന്റെ വലത് കാലിൽ തന്നെ ഉടക്കി. കാലിലേറ്റ പോറൽ സ്വാഭാവികമായും ചെറിയ വേദനയുണ്ടാക്കി. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഖനപ്പെട്ട ഗ്രന്ഥങ്ങളും താളിയോലകളും സമീപത്തുണ്ടായിരുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചു. പിന്നെ കുമ്പിട്ട് സൂക്ഷ്മതയോടെ ആ മുൾച്ചെടി വേരോടെ പിഴുതെടുത്തു. ശേഷം ആ മുൾച്ചെടി കല്ലിൽ വെച്ച് ചതച്ചരച്ചു. പിന്നീട് അഗ്നിക്കിരയാക്കി. ചെടി കത്തിച്ചാരമാകുന്നതുവരെ സൂക്ഷ്മതയോടെ അദ്ദേഹം അത് നോക്കി നിന്നു. വിദ്യാപീഠത്തിൽ അദ്ദേഹത്തെ ആദരവോടെ കാത്തുനിന്നിരുന്ന ഒരു പറ്റം ശിഷ്യർ ഗുരുവിന്റെ ഈ വിചിത്രമായ പ്രവൃത്തി കണ്ടു. ഗുരു, അങ്ങ് എന്തിനാണ് ഈ മുൾച്ചെടിയെ പിഴുതെടുത്തതിനു ശേഷം അഗ്നിക്കിരയാക്കിയത്? കൂട്ടത്തിൽ ഒരു ശിഷ്യൻ വന്ന് വിനീതമായി ചോദിച്ചു. ഗുരു പുഞ്ചിരിച്ചു. എന്നിട്ട് തന്റെ ഗൗരവഭാവം ഒട്ടും ചോർന്നു പോകാതെ പറഞ്ഞു, നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളെ നാം വേരോടെ തന്നെ പിഴുതെറിയണം. ചിലത് പിഴുതെറിഞ്ഞാലും അനുകൂല സാഹചര്യത്തിൽ വീണ്ടും മുളച്ചു വന്നേക്കാം. ഒരു വിത്ത് പോലും വീണ്ടും മുള പൊട്ടരുത് എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ആ ചെടിയെ നശിപ്പിച്ച ശേഷം അഗ്നിക്കിരയാക്കിയത്. ഓരോ വിദൂര സാഹചര്യങ്ങളെപ്പോലും നാം മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അദ്ദേഹം വീണ്ടും തുടർന്നു. ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് ആദ്യ തന്ത്രം. എന്നാൽ ചിലപ്പോൾ അവൻ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് തിരിച്ചടിക്കേണ്ടതായി വരും. ശത്രുവിനെയും പാമ്പിനെയും നാം നോവിച്ചു വിടരുത്. കാരണം പിന്നീട് ശക്തിയാർജിച്ചു വന്ന് അവ നമ്മെ തിരിച്ചാക്രമിക്കും. അത്തരം സാഹചര്യത്തിൽ ഒരിക്കലും നമുക്കെതിരെ തിരിയാതിരിക്കാനെന്നോണം വേരോടെ നാം ശത്രുവിനെ പിഴുതെറിയണം. ക്ഷമയും സഹനശക്തിയും തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. എന്നാൽ അത് പ്രയോജനം കാണാതെ വരുന്ന സാഹചര്യത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ വാക്കുകൾ ഉദ്ധരിച്ച മഹായോഗി വിദ്യാപീഠത്തിലെ പ്രസിദ്ധനായ പണ്ഡിതൻ ചാണക്യൻ അഥവാ കൗഠില്യനായിരുന്നു. തന്ത്രങ്ങൾ മെനയുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും അദ്ദേഹത്തിന്റെ കഴിവ് അത്ഭുതകരമായിരുന്നു. അദ്ദേഹം വിദ്യാപീഠത്തിലേക്ക് നടന്നു കയറി. പിന്നീട് ചാണക്യൻ തന്റെ ശിഷ്യർക്ക് അഭിമുഖമായി ഇരുന്നു. ഒരു ശിഷ്യൻ ചാണക്യനോട് ചോദിച്ചു, വേദങ്ങളും ഉപനിഷത്തുകളും വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന അനേകം ഗ്രന്ഥങ്ങളും മനഃപ്പാഠമാക്കിയ പലരും ജീവിതത്തിൽ വിജയിച്ചതായി കാണുന്നില്ല. എന്താണ് അതിന് കാരണം? ഇതിന് മറുപടിയായി ചാണക്യൻ ഒരു ശ്ലോകവും ഒരു കഥയും പറഞ്ഞു കേൾപ്പിച്ചു. പുസ്തകേഷു ചയാ വിദ്യ, പരഹസ്തേഷു യധനം, ഉൽപ്പന്നേഷു ച കാര്യേഷു നസാ വിദ്യാന തദ്ധനം. പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അറിവുകളും അന്യന്റെ പണപ്പെട്ടിയിലെ പണവും ഉപയോഗപ്പെടുകയില്ല. ആവശ്യം വരുമ്പോൾ ഇക്കാര്യം ഓർമ്മ വരില്ല. പല ശ്ലോകങ്ങളിലും പരാമർശിച്ചിട്ടുള്ള ഈ വിഷയം തന്നെ വീണ്ടും അവതരിപ്പിക്കുക വഴി വിജ്ഞാനം സമ്പാദിക്കേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ പ്രായോഗിക പരിശീലനത്തെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. നാം പുസ്തകത്തിൽ നിന്നും നേടിയ അറിവുകൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവ വിസ്മരിക്കാൻ ഇടയുണ്ട്. ആവശ്യം വരുമ്പോൾ ഓർമ്മിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അറിവുകളെ പ്രായോഗിക പരിശീലനം വഴി ഹൃദിസ്ഥമാക്കിയില്ലെങ്കിൽ അന്യന്റെ പണപ്പെട്ടിയിലെ പണം നമുക്ക് ഉപകരിക്കാത്തതുപോലെ നമ്മുടെ അറിവുകളും നിഷ്പ്രയോജനകരമായിരിക്കും എന്ന് മറക്കാതിരിക്കുക. 2 കൂട്ടുകാർ കാടിനടുത്തുകൂടി യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു കരടി വന്നു. അപ്പോൾ ഒന്നാമൻ പറഞ്ഞു, നീ ഓടേണ്ട. കരടിയുടെ കണ്ണിലേക്ക് കുറെ നേരം നോക്കിയിരുന്നാൽ കരടി തിരിഞ്ഞോടുമെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ആ പുസ്തകം നീ മാത്രമേ വായിച്ചിട്ടുള്ളൂ, കരടി വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓടുകയാണ്. ഓടാതെ കരടിയുടെ കണ്ണിൽ നോക്കിയിരുന്നാൽ കരടി തിരിഞ്ഞോടും എന്ന പുസ്തകത്തിലെ അറിവ് മനഃപ്പാഠമാക്കിയ സുഹൃത്തിന് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചോളൂ. പാണ്ഡിത്യം നല്ലതാണ്, പക്ഷേ അതിന് പ്രായോഗികതയുടെ നനവ് കൂടി ഉണ്ടാകണം. പ്രതികരണങ്ങൾ 2 തരത്തിലുണ്ടാകും, അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും. അറിവുകൾ എപ്പോഴും ശരിയാകണമെന്നില്ല. കേട്ടറിവിനും കണ്ടറിവിനും പരിമിതികളുണ്ട്. ഉറവിടങ്ങളില്ലാത്ത അറിവുകളിലൂടെയാണ് പലരും യാത്ര ചെയ്യുന്നത്. ആര് പറയുന്നതായാലും അവയ്ക്ക് സാമാന്യബോധത്തിന്റെ സംസർഗമുണ്ടാകണം.
അനുഭവസ്ഥരുടെ വാക്കുകൾക്ക് യാഥാർത്ഥ്യബോധത്തിന്റെ അകമ്പടിയുണ്ടാകും. സ്വന്തമായ വ്യാഖ്യാനങ്ങളിലൂടെയാണ് പലരും ജീവിതത്തെ സമീപിക്കുന്നത്. അവനവനെ പോലെയാണ് അപരനും എന്ന ചിന്തയാണ് പലർക്കും. ഇത് ഒന്നിച്ചുള്ള യാത്രയിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു. സമീപനങ്ങളിലും പ്രവൃത്തികളിലും എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പെരുമാറുന്നത് പോലെ എന്നോടും പെരുമാറണമെന്നതും എന്നോട് പെരുമാറുന്നത് പോലെ ഞാനും പെരുമാറൂ എന്നതും ഒരുപോലെ ആത്മഹത്യാപരമാണ്. നമുക്ക് അനുഭവം കൊണ്ടുണ്ടാകുന്ന അറിവുകളെ കൂടെ കൂട്ടാം, അനുഭവങ്ങൾ പാഠമാക്കാം. ഇനി കഥയിലേക്ക്. ചാണക്യൻ തുടർന്നു. ദാക്ഷിണ്യം സ്വജനെ, ദയാപരജനെ, ശാഠ്യം സദാ ദുർജനെ, പ്രീതി സാധുജനെ, സ്മയഖലജനെ, വിദ്വജ്ജനെ ചാർജവം, ശൗര്യം ശത്രുജനെ, ക്ഷമാ ഗുരുജനെ, നാരിജനെ ദൃഷ്ടത, ഇത്തം യേ പുരുഷാ കലാസു കുശലാസ്തേഷ്യേവ. സ്വന്തം ആളുകളോട് ദയയും മറ്റുള്ളവരോട് അനുകമ്പയും, ദുഷ്ടന്മാരോട് കാർക്കശ്യവും, ദരിദ്രരോട് സഹതാപവും, ക്രൂരന്മാരോട് ക്രൂരതയും, വിജ്ഞാനികളോട് സത്യസന്ധതയും, ശത്രുക്കളോട് ധീരതയും, ഗുരുനാഥനോട് വിനയവും, സ്ത്രീകളോട് പൗരുഷവും പ്രകടിപ്പിക്കുന്ന പുരുഷൻ സകല കലാവല്ലഭനും പ്രപഞ്ച സംരക്ഷകനുമാണ്. ഒരു പുരുഷനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ വിശദമായി വിവരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമായും സുചിന്തിതമായുമാണ് അദ്ദേഹം തന്റെ ആശയങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. അത്രയും പറഞ്ഞ് അന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ച് അദ്ദേഹം ഗുരുകുലത്തിന് സമീപമുള്ള തന്റെ വാസസ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ എല്ലാ വിശേഷ ദിവസങ്ങളിലും തനിക്ക് മധുരപരിഹാരങ്ങളും പാനീയങ്ങളും കൊണ്ടുതന്നിരുന്ന കിഷൻലാലിനെ കണ്ടു. നിഷ്കളങ്കനായ ഒരു ഗ്രാമീണ കർഷകനാണ് അദ്ദേഹം. ഈ സമയത്ത് എന്താവും അയാളിവിടെയെന്ന് അദ്ദേഹം സ്വാഭാവികമായും ഓർത്തു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം കിഷൻലാൽ തൊഴുകൈയോടെ അദ്ദേഹത്തിനടുത്തേക്ക് വന്ന് പറഞ്ഞു, ഗുരു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനും എന്റെ ഭാര്യയും വഴക്കിലാണ്. അതിന്റെ കാരണം ഒരുപക്ഷെ അങ്ങയെയും വേദനിപ്പിക്കാം. അങ്ങേക്കറിയാമല്ലോ, ഞാനൊരു കർഷകനാണ്. 15 പശുക്കളും കിടാങ്ങളും അത്ര ചെറുതല്ലാത്ത ഒരു കൃഷിയിടവും എനിക്കുണ്ട്. മോശമല്ലാത്ത വരുമാനവും എനിക്കതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ അടുക്കൽ പണം ചോദിച്ചു വരുന്നവർക്കെല്ലാം ഞാൻ ആവശ്യത്തിന് പണം ദാനമായി നൽകാറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ നാട്ടിലെ പാവപ്പെട്ടവരെ വിളിച്ച് സദ്യയും നൽകാറുണ്ട്. എന്നാൽ ഈയിടെയായി എന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ദാനം അതിര് കടക്കുന്നു എന്നാണ് അവളുടെ പരാതി. ഇതിന്റെ പേരിൽ ഞങ്ങൾ എന്നും വഴക്കാണ്. ഞാൻ എന്തു ചെയ്യണം ഗുരു? ഇതെല്ലാം കേട്ട് അദ്ദേഹം പുഞ്ചിരിയോടെ ഒരു ശ്ലോകം ചൊല്ലി. നാദന്ത്യം സരളൈർഭവ്യം ഗത്വപശ്യവാസസ്ഥല്യം ചിഭന്ത്യേ സരളാ സത്രത കുപജാസ്തിഷ്ടന്തി പാദപ. ദാനധർമ്മങ്ങൾ എല്ലായ്പ്പോഴും നല്ലത് തന്നെ. വിശക്കുന്നവന് ആഹാരം നൽകുന്നത്ര പുണ്യം മറ്റൊന്നില്ല തന്നെ. എന്നാൽ ഖജനാവ് ശൂന്യമായ രാജാവ് പ്രജകൾക്ക് ഭാരമാണ്. സമ്പത്തില്ലെങ്കിൽ രാജാവും യാചകന് തുല്യം. നിങ്ങൾക്ക് ആവശ്യമായത് കരുതിവെച്ച് ബാക്കി വരുന്നത് മാത്രം നിങ്ങൾ അർഹരായവർക്ക് ദാനം ചെയ്യുക. അധികമായാൽ അമൃതം വിഷമെന്ന സാരം. എന്നാൽ നിങ്ങൾ ഭാര്യയെ മറ്റൊന്ന് ഉപദേശിക്കുക. അർദ്ധനാശം മനസ്പാപം ഗൃഹേ ദുശ്ചരിതാനിച്ച വഞ്ചനം പാപമാനം മതിമാന്ന പകശ്യയെ. നിങ്ങൾ രഹസ്യങ്ങളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ഗൃഹത്തിനകത്ത് നിങ്ങളുടെ രഹസ്യങ്ങളും പദ്ധതികളും ഭദ്രമായിരിക്കട്ടെ. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് വഞ്ചനയാണ്. എന്നാൽ നിങ്ങളുടെ പദ്ധതികളുടെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് നൽകുകയുമാവാം. ചാണക്യൻ കിഷൻലാലിനോട് പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കഥ നീ മനസ്സിലാക്കുകയും സ്വയം വിലയിരുത്തുകയും നിന്റെ ഭാര്യയോട് പറയുകയും വേണം. പണ്ട് കാട്ടിലൊരു വലിയ പുഴയുണ്ടായിരുന്നു. ഈ പുഴയിലായിരുന്നു ഒരു ആമ താമസിച്ചിരുന്നത്. ഈ ആമ പുഴയിലും തീരത്തുമായി കളിച്ചുല്ലസിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു കുരുവി കൂടുകൂട്ടുന്നത് ആമ കണ്ടത്. ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുകളുമൊക്കെ കൊണ്ട് അമ്മക്കുരുവി ദിവസങ്ങളെടുത്ത് തന്റെ കൂട് നിർമ്മാണം പൂർത്തിയാക്കി. ആ വീട്ടിൽ താമസവും തുടങ്ങി. അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും തന്റെ 3 കുഞ്ഞു കുരുവികളും ഒക്കെയായി അവർ ആ വീട്ടിൽ കഴിഞ്ഞു. അമ്മ കുരുവിയുമായി പെട്ടെന്ന് തന്നെ ചങ്ങാത്തത്തിലായി. ദിവസവും പുഴക്കരയിൽ അവർ സംസാരിച്ചിരിക്കുമായിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടയിൽ അമ്മക്കുരുവിയുടെ വീടിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടിവരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാനൊരു ഭംഗിയുമില്ല. മാത്രമല്ല മേൽക്കൂര ഒന്നുമില്ലാത്തത് കൊണ്ട് മഴ പെയ്താൽ നനയുകയും ചെയ്യും. ഇത് കേട്ട അമ്മക്കുരുവി ചിരിച്ചു. എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട. എന്റെ പുറന്തോട് തന്നെയാണ് എന്റെ കൂട്. മഴ പെയ്യുമ്പോൾ ഞാനതിൽ അഭയം തേടും. ഇത് കേട്ടപ്പോൾ അമ്മക്കുരുവി തന്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്.
എന്റെ വീട് കാണാൻ ഭംഗിയില്ലാത്തതാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വീട് പണിയുന്നത് തന്നെ. കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷേ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എന്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും താമസിക്കുന്നുണ്ട്. നിന്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം തരും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആമ ഒരു നിമിഷം ചിന്തിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. എന്നോട് ക്ഷമിക്കൂ. ഒരു വീടുണ്ടാക്കുക എന്നതല്ല, ആ വീട് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കുവാൻ കഴിയുന്നതാക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ ആമയ്ക്ക് വീടിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എല്ലാം മാറി. കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി ഒരുപാട് കാലം അവിടെ കഴിഞ്ഞു. ഈ കഥയുടെ ഗുണപാഠം ഏകാന്തമായ ഒരു മാളികയേക്കാൾ നല്ലത് എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയുന്ന കുടിലാണ് എന്നതാണ്. ചാണക്യന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഒരു കുടുംബകലഹം ഒഴിവായി. കൂടുതൽ ചാണക്യ കഥകൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ കേൾക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മണിടെക് മീഡിയയ്ക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്.